വൈകി ഉദിക്കുന്ന വിവേകം കേരളത്തിൻ്റെ ഒരു പ്രോബ്ലമാണ്. എല്ലാ പരിഷ്കാരങ്ങളെയും എതിർത്ത് തോൽപ്പിക്കുകയായിരുന്നു. സത്യത്തിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസം ഞങ്ങൾ ഇവരുടെ ബഹളത്തിൻ്റെ ഇടയിൽ തുറന്നു കൊടുത്തതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജും ഉണ്ടാവില്ലായിരുന്നു, മെഡിക്കൽ കോളേജും ഉണ്ടാവില്ല. ആകെ 1-2 എഞ്ചിനീയറിംഗ് കോളേജും മെഡിക്കൽ കോളേജുമായിട്ട് നമ്മൾ കഴിയേണ്ടി വരുമായിരുന്നു. ഇപ്പം അവർക്ക് പറയാൻ മടിയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ കൊടുത്തതല്ല ഇത് വേറെയാണെന്നൊക്കെ പറയുന്നത്. അത് തന്നെയാണ്, ഒരു വ്യത്യാസവും. ഞങ്ങളെ അവരെ നോക്കിയിട്ടല്ല, ഞങ്ങൾ ഈ പരിഷ്കാരങ്ങളുടെ വക്താക്കളാണ്. ഞങ്ങൾ പിന്നീട് ഗവൺമെന്റുകൾ വന്നപ്പോഴല്ലേ ഞങ്ങൾ പല പരിഷ്കാരങ്ങളും നടപ്പിലാക്കിയത്. ഒരുപാട് പരിഷ്കാരങ്ങൾ. ഇപ്പോൾ ഞാൻ സ്മാർട്ട് സിറ്റിയെ അന്നത്തെ പ്രതിപക്ഷം അനുകൂലിച്ചോ അല്ലല്ലോ. സ്മാർട്ട് സിറ്റിയെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശക്തിയുക്തം എതിർക്കുകയായിരുന്നു. എതിർപ്പ് വകവെക്കാതെയാണ് ഞങ്ങൾ ആ പദ്ധതി കൊണ്ടുവന്നത്. കൊച്ചി വിമാനത്താവളത്തെ അന്ന് അവർ എതിർക്കായിരുന്നില്ലേ? എതിർപ്പ് വകവെക്കാതല്ലേ കൊച്ചി വിമാനത്താവളം വന്നത്? അവരെ എതിർപ്പ് വകവെച്ചിട്ടില്ല. പക്ഷേ ചിലതൊക്കെ കായികമായി ബലമായി തടഞ്ഞു. അതാണ് വസ്തുത. ഞാൻ മറുപടി അവർ പറയട്ടെ. അവരെല്ലാവരും കൂടി ഞങ്ങളോട് പറഞ്ഞത് ഇപ്പൊ അവരിൽ തന്നെയുള്ള ചില ആളുകൾ തമ്മിൽ പറയില്ലേ, ഞാൻ ഉത്തരം അവർ കണ്ടെത്തട്ടെ. അതാ നല്ലത്. അല്ല, അത് ശരിയല്ല. എമർജിംഗ് കേരളയിൽ ഈ പദ്ധതികൾ വന്നപ്പോ അന്ന് വ്യവസായ മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഞാനും മുഖ്യമന്ത്രിയും അന്നത്തെ പ്രതിപക്ഷത്തിനോടും അന്നത്തെ പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സിനോടും ചർച്ച ചെയ്തതാണ്, സഹകരണം അഭ്യർത്ഥിച്ചതാണ്. അന്ന് അവർ സഹകരണം തന്നില്ല. ഇപ്പൊ ഞങ്ങളോട് ആരോടും മിണ്ടിയിട്ടില്ല. ആരും സംഗതി എന്ന് അറിയില്ല. സീപ്ലെയിൻ ആണെന്നും പറഞ്ഞ് വന്ന് ഇറങ്ങുമ്പോൾ കാണും. അല്ല, അത് അവർ വിതരണം ചെയ്ത അരിയല്ലേ വയനാട്ടില്. പഞ്ചായത്തിന് അല്ലെങ്കിൽ എവിടുന്ന് അരി കിട്ടണോ? അരി പിന്നെ ഗവൺമെന്റ് കൊടുത്തതാണ്. ആ അരിയിലാണ് പുഴു. അത് തെളിഞ്ഞല്ലോ. പഞ്ചായത്തിന്റെ കാര്യത്തിൽ അവരിപ്പോ ഫ്രീയായി. അത് മുഖം രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന പരിപാടിയാണ്. അവര് വിതരണം ചെയ്ത അരിയിലാണ് പുഴുവുള്ളത്. അതിന്റെ കേട് അവർ വഹിക്കണം. പഞ്ചായത്തിന് കുറ്റപ്പാട്. പാവപ്പെട്ട പഞ്ചായത്ത് അതിനൊരു പോസ്റ്റ്മാന്റെ പണിയല്ല വരന്താളുള്ളത് കൊടുക്കുന്നു, പിന്നെ വിതരണം ചെയ്യുന്നു. അത്രേ ഉള്ളൂ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളോട് തുടർച്ചയായിട്ട് മോശമായിട്ട് പെരുമാറുന്ന ഒരു സമീപനമുണ്ട്. കഴിഞ്ഞ ദിവസം 24 റിപ്പോർട്ടറെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തുന്ന ഒരു സമീപനമൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു പൊതുപ്രവർത്തകനും മന്ത്രിക്കും ചേർന്നാണോ? അത് അദ്ദേഹത്തിനോട് തന്നെ പറയാം. ഞാൻ അതേക്കുറിച്ച് കമന്റ് ചെയ്യുന്നില്ല. അത് അദ്ദേഹത്തിനോട് തന്നെ പറയാം. ശരിയായില്ല എന്ന് തോന്നുന്നു. ഞാനിപ്പോൾ അതിനെപ്പറ്റി കമന്റ് ചെയ്യുന്നത് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചാൽ മതി.